RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണ വിസസ് ആൽബസെറ്റെ മത്സരത്തെ കുറിച്ചാണ്. ആൽബസെറ്റെ ഒരു ചെറിയ മീനല്ല കേട്ടോ. നമ്മൾ റയലിന്റെ കളി കണ്ടപ്പോ ഒറ്റ കളിയെന്ന് വിചാരിച്ചു. പക്ഷെ ഈ റയലിന്റെ കളി കഴിഞ്ഞോടുകൂടി ഈ ചങ്ങായിമാന്റെ കിളി അങ്ങോട്ട് പാറിയെന്ന് തോന്നുന്നു. ഇവര് അതിനുശേഷമുള്ള 3 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയി ജയിച്ചിട്ട് 17ാം സ്ഥാനത്ത് സെക്കൻഡ് ഡിവിഷനിൽ സുഗുണ്ട ലീഗിൽ സെക്കൻഡ് ഡിവിഷനിൽ ഉണ്ടായിരുന്ന ഈ ടീം 17ാം സ്ഥാനത്ത് ഉണ്ടായ റയലിനോട് വിജയിക്കുമ്പോൾ അതിനുശേഷം 12ാം സ്ഥാനത്തിലെത്തി. കഴിഞ്ഞ അവസാനത്തെ 3 മത്സരങ്ങളും ജയിച്ച് 9 പോയിന്റ് തൂക്കിയിട്ട് 12ാം സ്ഥാനത്ത് എത്തിക്കുകയാണ്. അപ്പോൾ ഇവര് ബാഴ്സലോണയായിട്ടുള്ള ഇന്നലത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അവര് ബാഴ്സലോണയെ വെള്ളം കുടിപ്പിച്ചു തന്നെ പറയാം. അവസാനം ഫസ്റ്റ് ഹാഫ് കഴിയുന്ന അവസാനം എമീൽ എമാലിന്റെ ഒരു കിടിലൻ ഗോളിലൂടെ ബാഴ്സലോണ മുന്നിലെത്താണ്. ഡീജോണിന്റെ ഒരു കിടിലൻ പ്രസ്സിംഗിൽ എടുത്ത് കിട്ടിയ ബോളായിട്ട് റാഷ്ഫോർഡ് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോകുന്ന ഭാഗത്ത് സ്ലിപ്പ് ആവുന്ന സമയത്ത് ഒരു പാസ് കൊടുക്കുന്ന ഡീജോൺ. ആ ഡീജോൺ കറക്റ്റ് ആയിട്ട് യമാലിന് ഒരു അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അങ്ങനെ അങ്ങോട്ട് കയറ്റി വിടാണ് ഒരു കർവ് സാധനം പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകാം. ഗോൾ കീപ്പർ ഇങ്ങനെ നോക്കി നിൽക്കാൻ കിടിലൊരു ഗോളിടും. യമാലി അവസാനത്തെ മത്സരങ്ങളിൽ ഇങ്ങനെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക, എല്ലാ കളിയിലും ഓരോ ഗോൾ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ അസിസ്റ്റും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അസിസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അസിസ്റ്റ് ഇപ്പൊ കുറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ പറഞ്ഞാൽ ബാഴ്സലോണയിൽ അത്രമാത്രം ഫിനിഷർമാരാ, എമ്മാതിരി ഫിനിഷാണ് ഇവർ ചെയ്യുന്നത്. ലെവൻഡോസ്കിനെയും ഫെറാൻഡോർസിനെയൊക്കെ ഒന്നിനെ മാറ്റി ഒന്ന് തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലത്തെ കളിയാണ്. ആദ്യ ഹാഫിൽ ലെവൻഡോസ്കി വന്ന് ഇങ്ങനെ ചാൻസുകൾ മിസ്സാക്കുക, സെക്കൻഡ് ഹാഫിൽ ഫെറാൻഡോർസ് വന്നപ്പോൾ അതടിക്കുന്നിട്ട് അതിങ്ങനെ മിസ്സാക്കുക. കുറെ ചാൻസുകൾ യമാല് ഡയറക്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗോളായിട്ടുണ്ടാവും. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഇവര് ബാഴ്സയെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു തന്നെ പറയാം. അവര് മിക്കവാറും ഒരു സമനിലയ്ക്ക് വേണ്ടി പ്രയത്നിച്ചു. സമനില കഴിഞ്ഞിട്ട് ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് റയൽ മാഡ്രിഡ് അല്ല, ബാഴ്സലോണയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കളി ബാഴ്സലോണ 2 ഗോളിന് മുന്നിലേക്ക് പോവാണ്. അവസാനം 85ാം മിനിറ്റിൽ അവര് ഗോള് തിരിച്ചടിക്കുകയാണ്. അതിനുശേഷം 90ാം മിനിറ്റിന് ശേഷം കിടിലൻ ഒരു ഗോൾ ചാൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജെറാർഡ് മാർട്ടിന്റെ ഒരു ഗോൾ ലൈൻ സേവ്. എന്താന്ന് ചങ്ങായിയുടെ പെർഫോമൻസ് ഡിഫൻസിൽ നോക്കി കഴിഞ്ഞാൽ കട്ടാക്കായിരുന്നു പെർഫോമൻസ്. ആ ഒരു സേവ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ 2-2 സമനിലയായിട്ട് പെനാൽറ്റിയിലേക്ക് പോകാൻ. പെനാൽറ്റിയിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അത് അവിടെ ലെക്കിന്റെ ഒരു മെയിൻ ഫാക്ടർ ഉണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു കളികൾ. അതിന് എടുത്ത് പറയേണ്ട ചാൻസ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഫെറാൻഡോർസിന് ചുരുങ്ങിയ 2-3 ചാൻസുകൾ. ഫസ്റ്റ് ഹാഫിൽ ഓൽമോ ഒരു സൈഡ്, റാഷ്ഫോർഡ് ഒരു സൈഡ്, ലെവൻഡോസ്കി ഇപ്പോഴത്തെ സൈഡ് എന്ന് പറഞ്ഞ പോലെ കിടിലൻ ചാൻസുകൾ. ചില അവസരങ്ങളിലൊക്കെ ഇവരൊരു പ്ലെയർ ആയിട്ട് വെറുതെ ഒന്നും ചെയ്യണ്ട, അവിടെ പോയി നിന്നാൽ മതി. പെനാൽറ്റി പോയി ചിലപ്പോൾ ബോൾ കാല് തട്ടി നേരെ ബോക്സിനുള്ളിൽ പോയിട്ട് അങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് കാണിക്കുന്ന അറിയില്ല. റാഷ്ഫോർഡിന് കിട്ടിയ 2 കിടില അവസരങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 7 മിനിറ്റിനുള്ളിൽ തന്നെ റാഷ്ഫോർഡിന് 2 കിടില അവസരങ്ങളാണ്. അതിലൊന്ന് അസിസ്റ്റിന് ശ്രമിച്ചിട്ട് ഓൽമോ അടിച്ച് കളഞ്ഞത് എവിടേക്കാണ്. അങ്ങനെ ഈ കണക്കിന് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നമൊക്കെ മാറ്റി വെക്കേണ്ടി വരും. 10 ചാൻസ് കിട്ടിയാൽ 2 ഗോളാക്കിയിട്ട് കാര്യമില്ല. 3 ചാൻസ് കിട്ടിയാൽ 2 ഗോളാക്കണം. എന്നാലേ യൂറോപ്പിലൊക്കെ പോയിട്ട് കളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒമ്പൻ ക്ലബ്ബുകളൊക്കെ ആയിട്ട് മത്സരങ്ങൾ വരുന്ന സമയത്ത് ഈ 10 ചാൻസുകളൊന്നും കിട്ടിയെന്ന് വരില്ല. കിട്ടിയ ചാൻസ് മുതലെടുക്കണം. റഫീനി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അറിയുന്നുണ്ട്, പെഡ് ഇല്ലാത്തതിൻ്റെ കുറവ് ഒരു തരത്തിലൊക്കെ ഡിജോണും ബെർണയിലൊക്കെ നോക്കി സെറ്റാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫിൽ ഓൽമോണ്, എനിക്ക് തോന്നുന്നു ഓൽമോനെ ആ സെക്കൻഡ് ഹാഫിൽ ഇറക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന്. ഫസ്റ്റ് ഹാഫിൽ ഫെർമിൻ ഇറക്കിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഓൽമോൻ ഇറക്കുന്നത് എന്താ പറഞ്ഞാൽ ഈ ചങ്ങായി സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടെങ്കിലും ഫിനിഷ് ചെയ്യാനുള്ള ആ ഒരു കാപ്പബിലിറ്റി കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ കിട്ടുന്ന അവസരങ്ങൾ ഇങ്ങനെ റോക്കറ്റ് പോലെ പുറത്തേക്കും, അതേപോലെ എന്താ പറയാ, അങ്ങനെയുള്ള അവസരങ്ങളൊക്കെയാണ്. അവസാനം 3 ഗോൾ അടിക്കുന്നൊക്കെ പ്രതീക്ഷ ഇതിലാണ് ആ ഒരു ഫെറാൻഡോറസിന്റെ ആ ഒരു ഗോൾ വന്നത്. 3-1 വിജയിച്ചു നിൽക്കുന്ന സമയത്താണ് അതൊരു ഓഫ്സൈഡ് ആവുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ബോർഡ് എങ്ങനെയാണ് ഈ ചങ്ങായി ഓഫ് സൈഡ് കയറി ആ ബോൾ എടുക്കുന്നതെന്ന് ആലോചിക്കുന്നത്. എന്താ പറയാ, അത്രയും പക്ക സാധനമാണ്. അതൊക്കെ കറക്റ്റായിട്ട് നിന്ന് ബോൾ എടുത്തിട്ട് പോകണ്ടാണ്. അതേപോലെ ഇന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറൗഹോനെ സെക്കൻഡ് ഹാഫിൽ ക്യാൻസലോയ്ക്ക് പകരക്കാരൻ. ക്യാൻസലോ ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 യെല്ലോ ഒക്കെ മിക്കവാറും കിട്ടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം. ആ ഒരു ഫസ്റ്റ് ടച്ച് ബോൾ ഉണ്ടായതുകൊണ്ട് സെക്കൻഡ് യെല്ലോ കിട്ടാതെ പോയത്. ആ സെക്കൻഡ് യെല്ലോയ്ക്ക് വേണ്ടിയിട്ട് കുറെ അവർ അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ടച്ച് ബോളിലുണ്ടായതിനു ശേഷമാണ് ഫൗൾ തന്നെ. ക്യാൻസലോ എന്താ കാണിക്കുന്നത്? ആ ഒരു ഡബിൾ മൈൻഡിലുള്ള കളിയൊക്കെ, ആ ഒരു ഫൗൾ, ഫസ്റ്റത്തെ ഫൗളൊക്കെ ഒരു ആവശ്യമില്ലാത്ത ഫൗളാണ്. അവരുടെ സൈഡ് ആ ഒരു കോർണർ കിക്കിന്റെ ഭാഗത്ത് പോയിട്ടാണ് ആ ഫൗൾ ചെയ്യുന്നത്. എന്തിന്റെ ആവശ്യമാണ്? വെറുതെ യെല്ലോ കാർഡ് വാങ്ങിച്ചിട്ട് ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് യെല്ലോ കാർഡ് വാങ്ങിച്ച് റെഡ് കാർഡ് വാങ്ങിച്ച് 10 ആളായിട്ട് കളിക്കേണ്ടി വന്നുള്ള അവസ്ഥ എന്തായിരിക്കും?
സിമ്പിളായിട്ട് അവർ തൂക്കി അടിച്ചിട്ടുണ്ടാവും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവർ പൊട്ടൻഷ്യലുള്ള ടീമാണ്. ചെക്കന്മാര് പവറായിട്ട് വരികയെന്ന്. അവസാനത്തെ ആ ഒരു 10 മിനിറ്റൊക്കെ എമ്മാതിരി പ്രസിംഗ് ആയിരുന്നു എന്നറിയോ. അങ്ങനെ ആൻസോനെ മാറ്റിയിട്ട് അറോഹോ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ കളിയൊക്കെ തുറന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് ചങ്ങായ ഒരു ത്രൂ ബോൾ പോലും കൊടുക്കുന്നത് എല്ലാം സൈഡിലേക്ക്, ഒന്നല്ലെങ്കിൽ ജെറാർഡ് മാർട്ടിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സൈഡിലുള്ള ഗ്രാസിക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ആദ്യം സ്ട്രൈറ്റ് ഒരു പാസ് വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് സുന്ദരമായ ഒരു ഹെഡറിലൂടെ ആ ഒരു കോർണർ കിക്ക് എന്നൊക്കെ കുറെ ആയി ബാഴ്സയ്ക്ക് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ട്, ആ സുന്ദരമായ ഒരു ഹെഡറിലൂടെ, എന്നിട്ട് ആ ഫേസിൽ ഇങ്ങനെ കൈയും വെച്ചിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ആൾ ഓടിപ്പോകുന്ന ആരുടെ അടുത്താണെന്നറിയാം? ഞങ്ങളുടെ ആശാനായ ഹാൻസി ഫ്ലിക്കിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുക. എന്താ പറഞ്ഞാല് ബിഗ് മാച്ചുകളിൽ പറ്റിയ അബദ്ധങ്ങളൊക്കെ കഴിഞ്ഞ സീസണിൽ നടന്നിട്ട് ഈ അവസാനം നടന്ന ഈ ഒരു ബിഗ് മാച്ചുകളിലൊക്കെ സംഭവിക്കുന്ന ആ ഒരു കറപ്ഷന് ആള് ഭയങ്കര പഴി കേട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കെതിരെ ബാഴ്സലോണയിൽ തന്നെ കാണികൾ എതിരെ കൂക്കി നിലവിളിച്ച ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അറോഹോ ക്ലബ്ബ് വിട്ടുപോകാൻ വേണ്ടി അഭ്യർത്ഥിച്ച ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് ആള് വെളിയിലൊക്കെ പോയി കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തപ്പോൾ തിരിച്ച് ക്ലബിലേക്ക് വന്നിരിക്കും. അപ്പൊ ആ കളിക്കാനുള്ള അവസരം കൊടുത്തിട്ട് ഈ കളി ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിനേക്കാളും ഒരു പോസിറ്റീവായ ഒരു എനർജിയാണ് ഈ ചങ്ങായിക്ക് കിട്ടുന്നത്. എന്റെ അഭിപ്രായത്തിൽ അറോഹനെ നോർമൽ ലാലിഗ ഗെയിമിലും കോപ്പ ഡെൽ റേയിലും അതേപോലെ സൂപ്പർ സ്പാനോട് ഇങ്ങനെയുള്ളിൽ കളിപ്പിക്കുക. ബിഗ് മാച്ച് വരുമ്പോൾ മാത്രം ഒന്ന് പുറത്തിരിക്കുക, അത്ര മതി. ആൾക്ക് ബിഗ് മാച്ച് വരുമ്പോൾ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് നോക്കി മനസ്സിലാവാൻ പറ്റും. അപ്പൊ ബാഴ്സയ്ക്ക് അനിവാര്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു സ്ട്രൈക്കറെ ഇനി സമ്മർ ട്രാൻസ്ഫർ എന്ന് പോലെ ഈ ഒരു ട്രാൻസ്ഫർ അടയ്ക്കുന്ന മുമ്പ് തന്നെ പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ലാമാസിന് ഏതെങ്കിലും പിള്ളേരെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സ്ട്രൈക്കർ ഇല്ലാതെ അങ്ങോട്ട് കളിക്കുക. ഫെർമിനിയോ അതേപോലെ ഓൽമോനെ ഒക്കെ ഫ്രണ്ടിലിട്ട് കളിപ്പിക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല, ഒരുത്തനും അടിക്കുന്നില്ല. ലെവൻഡോസ്കി ഒക്കെ ഫിനിഷിങ്ങിന് അത്രയും പക്ക കിട്ടിയാൽ മാത്രമേ ഫിനിഷ് ചെയ്യുന്നുള്ളൊരു കാണും. അതേപോലെ ഫെറാൻഡോസിന്റെ കാര്യം എടുത്ത് പറയണ്ട, കഴിഞ്ഞ കളിയിലെ കണ്ടു കഴിഞ്ഞാൽ ചുരുങ്ങിയ ഒരു ഹാർട്ടിക്ക് അടിക്കേണ്ട ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ട്രൈക്കറെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡിഫൻഡറെ. എന്താന്ന് പറഞ്ഞാല് കുബാസിയൊക്കെ ഇപ്പോൾ ഉഴപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഇല്ല, എന്ത് തന്നെ വന്നാലും നമ്മൾ തന്നെയാണ് നിൽക്കേണ്ടതെന്നുള്ള ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ ചില കളികൾക്ക് ഇവർ ആ ഒരു ലെവലിലേക്ക് കാണുള്ളൂ. അപ്പോൾ ഡിഫൻസിൽ ആൾക്കാർ വേണം, 1-2 സൈനികൾ മസ്റ്റാണ് ഇവർക്ക് കോമ്പറ്റീഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കഴിഞ്ഞ സീസണിൽ ഇനിഗോ മാർട്ടിനസ് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു പൊട്ടൻഷ്യല്, അതേപോലെ ആ ഒരു ബാൻഡിനോടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ആ അഗ്രഷനൊക്കെ, അതൊന്നും കാണിക്കാനുള്ള ഒരു ഇതുമില്ല. അന്ന് ആ ഒരു ഓഫ് സൈഡ് ഗോളൊക്കെ പോകണപ്പോൾ ഓഫ് സൈഡ് ആണെന്ന് അറിയുന്നുണ്ട്, പക്ഷെ എന്നാലും ഇവര് അതിനൊരു ഡിഫെൻഡ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അതേപോലെ അവരുടെ ആ ഹെഡർ ഗോള്, ജെറാർഡ് മാർട്ടിന്റെ ഒക്കെ ആ ഒരു ബിഗ് മിസ്റ്റേക്ക് എന്ന് തന്നെ പറയാം. ആള് ചാടി ഡൈവ് ചെയ്തിട്ടാണ് ആ ഹെഡർ ആക്കുന്നത്. അവിടെ നോക്കി നിൽക്കുക. എന്തായാലും ആ ഒരു കിടിലൻ സേവ് ജെറാർഡ് മാർട്ടിന് ഇന്നത്തെ സെല്യൂട്ട് കൊടുക്കുന്ന ചങ്ങായിക്കാം. ഷോൺ ഗ്രാസിനെ മറികടന്ന് ആ ഗോൾ പോസ്റ്റിനുള്ളിൽ കയറാൻ നിൽക്കുക. ആ സമയത്താണ് ചങ്ങായുടെ കിഡിലൻ ഹെഡറിലൂടെ അത് രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ ഏകദേശം സമനിലയാ, പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. റയൽ ഫാൻസ് ഒക്കെ അങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു കളി അവസാനിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ റയലിന് വേണ്ടിയിട്ട് ബാഴ്സലോണ ആ കടകൾ വിട്ടിരിക്കുന്നതാണ് ഒന്ന്. അങ്ങനെ കോപ്പ ഡെൽ റേന്റെ സെമിഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇനി ആരാണെന്നുള്ളത് നമുക്ക് നാളത്തെ മത്സരങ്ങളും മറ്റന്നാളത്തെ മത്സരങ്ങളൊക്കെ കഴിയണം. കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അതിനുശേഷം ഡ്രോയിലൂടെ ആയിരിക്കും, നറുക്കെടുപ്പിലായിരിക്കും ആ ഒരു സെമിഫൈനലിലെ എതിരാളികളെ നമുക്കറിയാൻ പറ്റുക. അപ്പോ യമാലിന്റെ കളിയാണ് മോനെ, ഒന്നും പറയണ്ട. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല 2 സ്ട്രൈക്കർമാരോ അല്ലെങ്കിൽ ഫിനിഷിങ് ചെയ്യാൻ പറ്റിയ മിഡ്ഫീൽഡർമാരൊക്കെ ഉണ്ടെങ്കിൽ യമാലിന്റെ പോക്കറ്റിൽ അസിസ്റ്റുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയായിരുന്നു. എമ്മാതിരി പ്ലേ മേക്കിംഗ് ആണോ ഈ 18-ാം വയസ്സിൽ ചെയ്യുന്നത്. ബാഴ്സലോണയിൽ ലയണൽ മെസ്സിയുടെ യുഗം ഉണ്ടായിരുന്നു. ഇങ്ങനെ അസിസ്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ണും പൊട്ടി കൊടുക്കുന്ന അതൊക്കെ ഇങ്ങനെ നമുക്ക് ഓർമ്മകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണ ഈ ചങ്ങായി. അപ്പോൾ ഇനി അതിന് പറയണ്ടല്ലേ, യമാലും മെസ്സിയും തമ്മിൽ താരതമ്യം എന്നല്ല പറയുന്നത്. ആ ഒരു ശൈലിയിലേക്കാണ് ഈ ചങ്ങായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാല് ചില അവസരങ്ങളിലൊക്കെ ഡയറക്റ്റ് അടിക്കുന്ന ഷോട്ടുകളായി ചങ്ങായി അസിസ്റ്റിന് വേണ്ടിയിട്ട് ആ ഒരു പാസ് ഇട്ട് കൊടുക്കുന്നത്. അതാണെങ്കിൽ ഈ ചങ്ങായിമാർ അടിച്ച് കളയുന്നത് ഏതോ ഭാഗത്തേക്കാണ്. ഫെറാൻഡോസിനും ലെവൻഡോസ്കിക്കും റാഷ്ഫോർഡിനൊക്കെ കിട്ടിയ ചാൻസുകളിൽ നിന്ന് മുതലാക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 5 ഗോളിലെങ്കിലും ജയിക്കേണ്ടതായിരുന്നു ബാഴ്സലോണ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോവാം. ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആൽബസെറ്റ് 6 ഷോട്ടുകൾ എടുത്തിട്ടുള്ളത്, അത് 3 ഓൺ ടാർജറ്റ് ആയപ്പോൾ ബാഴ്സലോണ 16 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, അതിൽ 6 മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് വന്നത്. ഇപ്പൊ കണ്ടില്ലേ, ടാർജറ്റ് എന്ന് പറയുന്ന പരിപാടിയില്ല, ഓഫ് ടാർജറ്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ 10 ഓഫ് ടാർജറ്റിലേക്ക് അടിച്ചാണ് നിൽക്കുന്നത്. 28% ബോൾ പൊസിഷൻ ഉണ്ട് ആൽബസെറ്റിന്റെ കയ്യിൽ. 78% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 227 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 601 പാസുകൾ ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്യുന്നു. പാസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 68, ബാഴ്സലോണ 93 ഉണ്ട്. 10 ഫൗൾസ് കമ്മിറ്റ് ചെയ്തപ്പോൾ ബാഴ്സലോണ 16 ഫൗൾ കമ്മിറ്റ് ചെയ്തത്. 2 ടീമിന് ഓരോ യെല്ലോ കാർഡ് വെച്ച് കിട്ടിയിട്ടുണ്ട്. ആൽബസെറ്റിക്ക് 3 കോർണേഴ്സ് കിട്ടിയപ്പോൾ ഇവിടെ 6 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാഴ്സലോണ എത്രത്തോളം എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ പറഞ്ഞാൽ അത്രമാത്രം ഫിനിഷിംഗ് ഇല്ലായ്മ ഇപ്പൊ കുറച്ച് മത്സരങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതായത് റഫീനയുടെ പരിക്കും, ആൾക്ക് ഇപ്പൊ ഫുൾ ടൈം ഒരു ഹാഫ് ടൈം വരെയൊക്കെ കളിക്കാൻ പറ്റുന്ന, അതേപോലെ ഇപ്പൊ പരിക്കിന്റെ പിടിയിലാണ്. അപ്പോൾ എത്രമാത്രം മുന്നോട്ട് എന്നുള്ള പാത അത് ഇനി ബാഴ്സലോണ മാനേജ്മെന്റിന്റെ കയ്യിരിക്കുന്നത്. ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പോ അതിനുശേഷം ഏതെങ്കിലുമൊക്കെ സൈനികൾ വന്നാൽ ആയി. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.